ഹലോ, നമസ്കാരം. നമുക്ക് സിനിമ എടുത്തൊന്നും പരിചയമില്ല. അഭിനയിക്കാനാണ് താല്പര്യം. എടുക്കാൻ നമുക്ക് അറിയില്ല. എന്നാലും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. സുമതി വളവ്. ഞാൻ പോയ തിയേറ്ററിൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സിനിമ കാണാൻ. ബാക്കിയുള്ള തിയേറ്റേഴ്സിൻ്റെ കാര്യം അറിയില്ല. ഞാൻ പോയ തിയേറ്ററിൽ അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നിയത് ഈ സിനിമയുടെ പേര് തന്നെയാണ്, സുമതി വളവ്. പലതരത്തിലുള്ള കഥകൾ ആ പേരിൽ ഉണ്ടല്ലോ. സോ ആ പേരിലൊരു സിനിമ വരുന്ന സമയത്ത് ആളുകൾക്കൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു താല്പര്യം, അല്ലെ, ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ആളുകൾ വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ സിനിമ എടുക്കുന്ന ആളുകൾക്ക് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അറിയാമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പേരിൽ ഒരു സിനിമ വരികയാണ്, അവരൊരു പ്ലാൻ ചെയ്തിട്ടൊക്കെ ഇറക്കുകയാണ്. അപ്പോൾ എന്തായാലും ആളുകൾ കാണാനുണ്ടാവും. ഫസ്റ്റ് ഡേ എന്തായാലും ആളുകൾ കാണാനുണ്ടാവും എന്നുള്ളത് അറിയാമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ, ആ ഒരു പ്രതീക്ഷയിൽ വരുന്ന ഒരുപാട് ആളുകളെ 100% സാറ്റിസ്ഫൈ ചെയ്ത് അവർക്ക് വിടാൻ പറ്റുമായിരുന്നു. അങ്ങനെ വിടാൻ പറ്റിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര ഐറ്റമാക്കി മാറ്റാമായിരുന്നു ഈ സുമതി വളവ് എന്ന് പറയുന്നൊരു സിനിമ. പക്ഷെ അത് അവർ മിസ് ചെയ്തു, ആ ഒരു ഓപ്പർച്യൂണിറ്റി. കാരണം ആളുകൾ തിയേറ്ററിലേക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു കഷ്ടമാണ് കൊണ്ടുവരിക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ റിവ്യൂസ്, അതേപോലെ തന്നെ ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നത് പൊട്ടുന്നു. അപ്പോൾ ആളുകൾ ഭയങ്കര സെലക്റ്റീവായി. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആളുകളെ കൊണ്ടുവരുന്ന പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഇങ്ങനൊരു പടം വരുമ്പോൾ, സുമതി വളവ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സിനിമ വരുന്ന സമയത്ത് ആളുകൾ വരും എന്നുള്ളത് അറിയാം. അപ്പോൾ ആ വരുന്ന ആളുകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ പിന്നെയുള്ള ദിവസങ്ങളിൽ ഒരു സിനിമ ഗംഭീരമായിട്ട് ഓടിക്കഴിഞ്ഞ ഒരു ഗംഭീര സിനിമയാക്കി മാറ്റി അത്യാവശ്യം കളക്ഷനൊക്കെ നേടി മലയാള സിനിമയെ രക്ഷിക്കാമായിരുന്നു എന്ന് എനിക്ക് ആക്ച്വലി തോന്നി. ബട്ട് ആ കാര്യത്തിൽ മിസ്സായി പോയല്ലോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, മിസ്സായിപ്പോയി. സ്ക്രിപ്റ്റിൻ്റെ കേസിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു, കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെ കൊണ്ടുവരുന്നെങ്കിൽ ക്യാരക്ടേഴ്സിന് കുറച്ചും കൂടി ഡെപ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആർക്ക് കൊടുക്കുക, അങ്ങനെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നല്ലൊരു സിനിമയാക്കി, ഗംഭീര സിനിമയാക്കി മാറ്റാമായിരുന്നു എന്ന് തോന്നി. ഇതിപ്പോൾ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറയണമെന്നൊന്നും ആർക്കും തോന്നണ്ട, ഓഡിയൻസിനും തോന്നണ്ട, സിനിമ പ്രവർത്തകർക്കും തോന്നണ്ട. മാളികപ്പുറം ടീം തന്നെയല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാളികപ്പുറം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമ കേട്ടോ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ്. എൻ്റെ ഒപ്പീനിയൻ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഡിഗ്രേഡിങ്ങും പരിപാടിയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഈ സിനിമ കണ്ടപ്പോൾ ആ ഒരു പേരുണ്ടല്ലോ, സുമതി വളവ്, പേര് വേറെ വല്ലതും വേണമെങ്കിൽ ഇടാമായിരുന്നു എനിക്ക് തോന്നുന്നു. ആ ഒരു പേരൊക്കെ ഇട്ടിട്ട് ഇറക്കുന്ന സമയത്ത് ഒരു ഗത്ത് ഇറക്കുക, അപ്പോൾ ഒരു ഗംഭീരമാക്കാമായിരുന്നു. അതിനർത്ഥം ഈ സിനിമയ്ക്കകത്ത് നല്ല മൊമെന്റ്സ് ഇല്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എനിക്ക് നെഗറ്റീവാണ് പറയാനുള്ളത് എന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഓവറോൾ ഉള്ളൊരു സംഗതിയാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത്. ഇതൊരു ഗംഭീര സിനിമയാക്കാമായിരുന്നു. ബട്ട് ദേ മിസ്ഡ് ഇറ്റ്. ആ ഒരു പേരിലൊക്കെ ഇറക്കുന്ന സമയത്ത് ആളുകളുടെ ആ ഒരു ക്യൂരിയോസിറ്റീനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സംഗതി അത് മിസ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓവറോൾ ഉള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ എടുത്തെടുത്ത് പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ചില സംഗതികളൊക്കെ ഞാനും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ല. മുഴുനീള ഹൊറർ പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ് പോകണമെന്നുള്ളത് എനിക്ക്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇതൊരു മുഴുനീള ഹൊറർ പരിപാടിയൊന്നും അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലാത്ത ആളുകൾ എനിക്കറിയില്ല, ഇത് ഹൊററൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട, മുഴുനീള ഹൊററോ പരിപാടിയോ ഒന്നും പ്രതീക്ഷിച്ച് പോകണ്ട. ഹൊറർ ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ദ മൂവി. അതും ഭയങ്കര പേടിപ്പിച്ച് നമ്മളെ മൂത്രമൊഴിപ്പിക്കണ ഹൊററോ അങ്ങനെയൊന്നും അല്ല. ഒരു ഹൊറർ ചെറിയൊരു ഭാഗമാവുന്നു എന്ന് മാത്രം. ഈ ഹൊററിൽ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒരു സംഗതി എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിൻ്റെ അകത്ത് മറ്റേ ശിവതയുടെ ഒരു സീനും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. അവർ പ്രസവിക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന സമയത്ത് അവരെയും കൊണ്ട് പോകുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ സുമതി വളവിൻ്റെ അവിടേക്കൊക്കെ ആക്ച്വലി എത്തുന്ന സമയത്ത് അതിനുശേഷം ഉള്ള ഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് എടുത്ത് പറയണം, അത് ഗംഭീരമായിട്ട് അവർ എടുത്തും വെച്ചിട്ടുണ്ട്. രസമുണ്ടായിരുന്നു കാണാൻ. ആ ഒരു ഹൊറർ ഫീല്, അല്ലെങ്കിൽ ആ ഒരു സംഭവം അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അത് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ലോങ് ആയിട്ടുള്ള സീനാട്ടോ, ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, 10-15 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഗംഭീരമായിട്ട് തന്നെ അവർ എടുത്തും വെച്ചിട്ടുണ്ട്. അതെനിക്ക് നൈസായിട്ട് ആക്ച്വലി തോന്നി. ശിവതയ്ക്ക് അതിൻ്റെ അകത്തൊരു ഈ സിനിമയ്ക്കകത്തൊരു ഇമ്പോർട്ടൻസ് ഉള്ളത് പോലെ തോന്നി, ആ ഒരു പെർട്ടിക്കുലർ സീനുകളും പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട്. അല്ലാതെ നോക്കുന്ന സമയത്ത് ക്യാരക്ടേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ റാഫിയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, മറ്റേ ചക്കപ്പഴത്തിലൊക്കെ ഉള്ളത്. എന്തിനാ കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. പുള്ളി പഴം തിന്നാൻ വേണ്ടി കൊണ്ടുവന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മൂപ്പര് പഴം തന്നിരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അല്ലാതെ പിന്നെ വരുന്നത് എപ്പോഴാണ്, ഇതിലൊരു ഇൻസിഡൻറ്റിലൊരു എന്താ പറയുക, കെട്ടിത്തൂങ്ങി വെച്ചിരിക്കുന്നൊരു സീനുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. രണ്ടുപേര് കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ഒരു സീനിൽ റാഫിയും വരും അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു റോളൊക്കെ പുള്ളിക്കും ആക്ച്വലി ഉള്ളൂ. അപ്പോൾ
ഇതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സിന് ഭയങ്കര ഡെപ്തോ അല്ലെങ്കിൽ ക്യാരക്ടർ ആർക്കോ പരിപാടികളോ അങ്ങനെയൊന്നും ആക്ച്വലി ഇതിൻ്റെ അകത്ത് വരുന്നില്ല എന്നുള്ളൊരു സംഗതിയും കൂടിയിട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി കഥാപാത്രങ്ങളാവുന്ന സമയത്തല്ലേ, ഇന്നത്തെ കാലത്ത് സിനിമയല്ലേ, അപ്പോൾ ഒരു സിനിമ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സിന് ഒരു മീനിങ് ഉണ്ടാവുക, അതിനൊരു ഡെപ്ത് ഉണ്ടാവുക, കാരണങ്ങൾ ഉണ്ടാവുക ആ ക്യാരക്ടേഴ്സിന് എന്നൊക്കെ പറയുന്നൊരു കാര്യമില്ലേ. അപ്പോൾ അത് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ കാലത്തെ സിനിമകളിൽ പണ്ടത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ അത് ഇതിൽ മിസ്സായി എന്ന് എനിക്ക് തോന്നി. പിന്നെ അർജുൻ അശോകൻ ആസ് യൂഷ്വൽ രസമുണ്ടായിരുന്നു, മൂപ്പര് ചെയ്യുന്നത് കാണാനൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ക്യാരക്ടർ എന്നല്ല, പക്ഷെ മൂപ്പരുടെ ക്യാരക്ടർ പുള്ളി കൊടുത്ത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാലു വർഗീസൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. കൊടുത്ത സാധനങ്ങളൊക്കെ അവർ ചെയ്തിട്ടൊക്കെ അവർ പോകുന്നുണ്ട്. ഇപ്പം ഡേവി എന്ന് പറഞ്ഞ പുള്ളിയെ കണ്ടല്ലോ, മറ്റേ പണിയത്തെ എല്ലാവരും ഉണ്ട്, കൊടുത്ത സാധനങ്ങൾ ചെയ്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഒരു ക്യാരക്ടർ ഡെപ്ത് എന്ന് പറയുന്ന സാധനം, അത് അത്തരത്തിലുള്ള സംഗതികളൊക്കെ മിസ്സിങ് ആണ്. പിന്നെ എടുത്ത് പറയേണ്ടത് എന്താണ്, മറ്റേ ഡേവിഡ് തന്നെ, പണിയത്തെ ഡേവിഡ് തന്നെ ഡേവിഡ് ഇൻട്രോ സീനിലുള്ള സംഗതി അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടൊക്കെ ഉണ്ട്. പുള്ളി ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് മറ്റേ സുമതി വളവിക്ക് മറ്റേ കയറിയിട്ടൊക്കെ പോകും. മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് എന്താ പറയുക, മൂപ്പരെ ബേജാറാക്കുന്ന സീനുകൾ, അതൊക്കെ ഓക്കെ, അതൊക്കെ കൊള്ളാവുന്ന രീതിയിലൊക്കെ ആക്ച്വലി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ സംഗതികളൊക്കെ ആക്ച്വലി ഉണ്ട്, മനസ്സിലായി. അത്തരത്തിലുള്ള ചെറിയ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് ഏരിയാസൊക്കെ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ മുഴുനീളൊരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അങ്ങനെ ഹൊററിന് ഒരു പ്രാധാന്യം ഇല്ല. ഹൊറർ അല്ലെങ്കിൽ സുമതി വളവ്, ആ വളവുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കര പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്ന സംഗതി ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് പ്രധാനമായി വരുന്നത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ കോമഡി കാര്യങ്ങൾ അതിൽ ചിലതൊക്കെ വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നമ്മൾ വെറുതെ നെഗറ്റീവ് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഓണസ്റ്റ്ലി ആസ് എ പ്രേക്ഷകൻ എനിക്ക് ഇതിനകത്ത് ചില സംഗതികളൊക്കെ എനിക്ക് വർക്ക് ആയിട്ടുണ്ട്. എന്താണ് അർജുൻ അശോകൻ്റെ പരിപാടികൾ, അർജുൻ അശോകൻ, ബാലു വർഗീസ്, അവരുടെ ഇടയിലുള്ള ഒരു കോമ്പിനേഷൻസും പരിപാടികളൊക്കെ എനിക്ക് കോമഡി എന്നല്ല, അവരുടെ ആ കോമ്പിനേഷൻസ് എനിക്ക് അത്യാവശ്യം രസമായിട്ട് തോന്നി. അത് എനിക്ക് വർക്ക് ആയിട്ടുണ്ട് ആ കോമ്പിനേഷനും പരിപാടികളൊക്കെ. എനിക്ക് ബോറടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. സിനിമ ഞാൻ ബോറടിച്ച് കണ്ടു തീർത്തൊന്നുമില്ല, ഒരിക്കലും ബോറടിക്കുക, ഇറങ്ങി ഓടാൻ തോന്നുക അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. കണ്ടിരുന്നു, സുഖമായിട്ട് കണ്ടിരുന്നു, തുടങ്ങുന്ന അവസാനം വരെ കണ്ടിരുന്നു സുഖമായിട്ട്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്ന് ഞാൻ പറയില്ല, ബട്ട് എനിക്കൊരു ആവറേജ് അനുഭവമായിരുന്നു, കുഴപ്പമില്ല എന്നുള്ളൊരു സിനിമ. അത് ഞാനിങ്ങനെ പറയാൻ കാരണം അങ്ങനെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുന്ന ലെവലിലേക്ക് ആക്കരുതായിരുന്നു ആ ഒരു സിനിമേനെ എന്ന് എനിക്ക് തോന്നി. കാരണം സുമതി വളവ് എന്നുള്ളൊരു ഒരു അത്രയും ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന ഒരു പേര് തന്നെയാണ് ആ പേര്. അപ്പോൾ ആളുകൾ വരാൻ തയ്യാറാണ്. അങ്ങനെ വരാൻ തയ്യാറാവുന്നൊരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ സ്ക്രിപ്റ്റ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് രീതിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് വീക്കായ പോലെ എനിക്ക് ആക്ച്വലി തോന്നി. അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്കറിയാം ഇത് മുഴുനീള ഹൊററും കിററൊന്നും അല്ല എന്നുള്ളതിന് എനിക്ക് ആക്ച്വലി അറിയാം. പക്ഷെ ഈ ഹൊറർ വരുന്ന ഭാഗത്ത് അവർ കംപ്ലീറ്റ്ലി ഹൊറർ സെറ്റപ്പിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളൊരു സംഗതി ആക്ച്വലി ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ശിവതയുടെ ഒരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നന്നായിട്ട് അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇതിൻ്റെ അകത്ത് ഹൊറർ എലമെൻസ് എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ട് ആക്ച്വലി ഇല്ല. നത്തിങ് ഹൊറർ എന്ന് പറയാൻ ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഇല്ല. ഇങ്ങനെ പറയാൻ മാത്രം എടുത്തു പറയാനുള്ളത് ആ ശിവതയുടെ ആ ഒരു ഇൻ്റർവെല്ലിൽ ഒട്ടുമ്പോഴുള്ള ആ ഒരു അവരുടെ കുറച്ച് സീൻസും ഒക്കെയാണ് ആക്ച്വലി ഉള്ളത്. ബാക്കിയൊന്നും ഹൊറർ എന്ന് പറയാനില്ല. പിന്നെയൊക്കെ എന്തൊക്കെയോ കല്യാണം അത് ഇത് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഈ സിനിമ. അപ്പം ഇത് ഈ സുമതി വളവൊക്കെ ആ സിനിമ ഇതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കേണ്ട ചെറിയൊരു ഭാഗം മാത്രമാണ്, അത്രയേ ഉള്ളൂ. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, സിദ്ധാർത്ഥ് ഭരതൻ്റെ ഇൻട്രോ സീൻ, അത് ഇവിടെല്ലാം ഇൻട്രോ ഒക്കെ ആയിരുന്നു പുള്ളിയുടെ. എന്തൊക്കെയോ ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടർ ഈസ് ഗോയിങ് ടു ഡു സംതിങ് എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഒക്കെ ആക്ച്വലി തരുന്നുണ്ട്. ഞാനും പ്രതീക്ഷിച്ചു സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടർ ഒരു കാര്യമായിട്ടുള്ള സംഭവം ഉണ്ടാവും, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇതിലൊക്കെയാണ് പുള്ളി ഇറങ്ങി വരുന്നതൊക്കെ. അങ്ങനൊരു പ്രതീക്ഷ ആ ഒരു ക്യാരക്ടറിൽ നമ്മൾ കണ്ടിട്ട് പിന്നെ ആ ക്യാരക്ടറിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇവരുടെയൊക്കെ കൂട്ടത്തിൽ അർജുൻ അശോകൻ്റെയും എന്താ പറയുക അഭിലാഷ് പിള്ളയുടെയും പിന്നെ ബാലു വർഗീസിൻ്റെ ഒക്കെ കൂടെ അങ്ങനെ നിൽക്കുന്ന കളിച്ചു പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലേക്ക് അങ്ങ് മാറി. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇൻട്രോവും അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയും ആ ഒരു ക്യാരക്ടറിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതൊക്കെയാണ് ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെയാണ്. അപ്പോൾ സിംപിളി പറയുകയാണെങ്കിൽ ഒരു മുഴുനീള ഹൊററോ കോപ്പോ ഒന്നും പ്രതീക്ഷയുകൊണ്ട് നിങ്ങൾ ആ സിനിമയ്ക്ക് പോകണ്ട. നിങ്ങൾ ജസ്റ്റ് ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാം. അങ്ങനെ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയോ പരിപാടികളോ ഒക്കെ മാറ്റി വെച്ച് ഹൊറർ സുമതി വളവ് എന്നൊക്കെയുള്ള സംഗതിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ജസ്റ്റ്
ഒരു ഒരു ഫൺ, ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാഷ്വലായിട്ട് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ നിരാശയൊന്നുമില്ലാതെ പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പറ്റും. ജസ്റ്റ് കണ്ടിരിക്കാം എന്നുള്ളൊരു ലെവലിൽ. അല്ലാതെ കാര്യമായിട്ട് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടൊക്കെ അപ്രോച്ച് ചെയ്യുകയാണ് ഈ ഒരു സിനിമേനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം വർക്കാവും എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കിത് ഭയങ്കര സംഭവം അഖമായിരുന്നൊരു സിനിമയായിട്ട് തോന്നി. കുറേ ഇപ്പോൾ ഹൊറർ എലമെൻറ്റ്സ് വരുന്നിടത്ത് കുറച്ചും കൂടിയും ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ടുള്ള ഹൊറർ ആഡ് ചെയ്യുക, ഹൊററിൽ കാണിച്ചിട്ടുള്ള സീനുകൾക്ക് കുറച്ചൊരു ഇമ്പാക്റ്റ് കൂട്ടിയിട്ട് കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്നെനിക്ക് തോന്നി. കോമഡി ട്രാക്ക് പോട്ടെ, ഇപ്പുറത്ത് വേറെ ട്രാക്കും കാര്യങ്ങളൊക്കെ പോട്ടെ, ബട്ട് അറ്റ്ലീസ്റ്റ് ഈ ഹൊറർ ഏരിയാസ് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു സ്ക്രിപ്റ്റിങ്ങിൽ കുറച്ചും കൂടി ഒരു ഏരിയാസ് എക്സ്പ്ലോർ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ് എന്നെനിക്ക് തോന്നി. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ച മറ്റേ പയ്യൻ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അവൻ്റെ ഭാഗം അവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ കൊച്ചുകുട്ടി മറ്റേതിലുള്ളത് മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഉള്ള ആ കുട്ടി കൊടുത്ത സംഭവം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാര്യമായിട്ട് ചെയ്യാനില്ല. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും ജസ്റ്റ് ഒരു ക്യാരക്ടർ, ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ഭയങ്കര ക്യാരക്ടർ ആർക്കോ ഡെപ്തോ അങ്ങനെയുള്ള സംഗതിയൊന്നുമില്ല. അങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫാമിലി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഫാമിലി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ അവർക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് അവരെ കളിയാക്കിക്കൊണ്ട് പറയുന്നൊന്നുമല്ല. ദേ ആർ ഓൾസോ ഓഡിയൻസ് അല്ലേ, അവർ ഓഡിയൻസാണ്. അപ്പോൾ അവരുടെ താല്പര്യങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, മാനിക്കണം. അപ്പോൾ ആ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെടാനും അവർക്ക് എൻജോയ് ചെയ്യാനും അവർക്ക് സുഖമായിട്ടൊക്കെ ഇറങ്ങിപ്പോന്ന് ഹോട്ടലിലൊക്കെ ഒരു ആഹാരം കഴിച്ച് വീട്ടിൽ മടങ്ങി പോകാനൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ കാര്യം പറയേണ്ടത് അവരാണ്. ബട്ട് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയൊരു ജസ്റ്റ് ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഫാമിലി ഓഡിയൻസ് എന്ന് പറയുമ്പോൾ എല്ലാ സിനിമകളും ഇറങ്ങുന്ന സമയത്ത് എല്ലാ ജോണേഴ്സും പോയിട്ട് തിയേറ്ററിൽ തന്നെ മിസ്സാക്കാതെ പോയി കാണുന്ന കൈൻഡ് ഓഫ് ഓഡിയൻസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാതെ എപ്പോഴെങ്കിലൊക്കെ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്ന, ടൈം പാസിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് പോകുന്ന, കണ്ടിന്യൂസ്ലി തിയേറ്ററിലേക്ക് ഇറങ്ങുന്ന സിനിമകളെല്ലാം പോയി കാണുന്ന ആൾക്കാരല്ലാത്ത, അല്ലെങ്കിൽ എല്ലാ ജോണേഴ്സും അങ്ങനെ സീരിയസ്ലി ഇൻ ടു ഇറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, നോട്ട് സീരിയസ്ലി ഇൻ ടു സിനിമാസ് എന്നൊക്കെ നമ്മൾ പറയില്ല. അത്തരത്തിലുള്ള എപ്പോഴെങ്കിലൊക്കെ കാണുന്ന ആളുകൾക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കാവും. അല്ലാതെ കണ്ടിന്യൂസ്ലി ഇറങ്ങുന്ന പടമൊക്കെ പോയി കാണുന്ന, അല്ലെങ്കിൽ എല്ലാ ജോണറും താല്പര്യപ്പെടുന്ന, എല്ലാം അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വർക്കാവുന്ന കാര്യമായിട്ടൊന്നോ എൻ്റെ കാര്യമായി ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം പറയുന്നില്ല. നമ്മളിപ്പോൾ എല്ലാ പടങ്ങളും കാണുന്നുണ്ട്, എല്ലാ ജോണേഴ്സും കാണുന്നുണ്ട്. ഹൊറർ, കോമഡി, ത്രില്ലർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ട്. തിയേറ്ററിൽ പോയിട്ട് കാണുന്നുണ്ട്, OTT വരുന്നത് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള പടങ്ങൾ നമ്മൾ കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പടം കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് വി ഷുഡ് ഗെറ്റ് സംതിങ് ന്യൂ അല്ലേ. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇറ്റ് ഗേവ് മി ആൻ ആവറേജ് എക്സ്പീരിയൻസ്. ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. പിന്നെ ആവറേജ് എന്തെങ്കിലും പറയാൻ കാരണം എനിക്ക് അർജുൻ അശോകനെ ഇഷ്ടമാണ്. പുള്ളിയുടെ മാനറിസംസും പുള്ളിയുടെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിനെ ഇങ്ങനെ കണ്ടിരിക്കാം, പുള്ളി ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാം എന്നുള്ളൊരു സംഗതി മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ഇങ്ങനെ കണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് മൊത്തത്തിൽ ഗംഭീരമാക്കാമായിരുന്നൊരു സാധനത്തെ അവർ ഗംഭീരമാക്കാതെ വിട്ടുപോയി എന്നുള്ളതാണ്. പിന്നെ ഗോകുൽ സുരേഷ് ഉണ്ട്. he did his role നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ഗോകുല്. അത്രയേ ഉള്ളൂ. ഭയങ്കര ആർക്കുള്ള ക്യാരക്ടറൊന്നുമല്ല, കൊടുത്ത സാധനം പുള്ളി നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഹിസ് എ നൈസ് ആക്ടർ. ഞാൻ മുമ്പും പറഞ്ഞിട്ട് ഗഗനാചാര്യയിൽ ഹീ പ്രൂവ്ഡ് അത്യാവശ്യം നന്നായിട്ട് കഴിവുള്ളൊരു ചങ്ങാതിയാണ്. മാധവിൻ്റെ ഏട്ടൻ. പിന്നെ ആരാണ്? സൈജു കുറുപ്പുണ്ട്. ഒന്നുമില്ല, ഒരു ക്യാരക്ടർ ഇരുന്ന് ചെയ്യുന്നു. പിന്നെ ആരാണ്? ആരും പെട്ടെന്ന് മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നൊന്നുമില്ല. ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, മാളികപ്പുറം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ കേട്ടോ. ഈ ടീമിൻ്റെ തന്നെ സിനിമയാണത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ്. കിടിലൻ മേക്കിംഗ് ആയിരുന്നു. എഴുത്തും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് നൈസ്. എൻ്റെ ഒപ്പീനിയൻ അവിടെ ആക്ച്വലി കിടക്കുന്നുണ്ട്. ഇവിടെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഇനിയിപ്പോൾ ഡീഗ്രേഡിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മറുപടി പറയണം. ഒരു ഡീഗ്രേഡിങ്ങും അല്ല, ആസ് എ സിനിമ പ്രേമി കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം വളരെ ജെനുവിനായിട്ട് പറഞ്ഞത് മാത്രം. മാളികപ്പുറം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്, ഗംഭീർ സിനിമയായിട്ടാണ് എനിക്ക് തോന്നി. അത് ഇന്ന് ഞാനത് തന്നെ പറയുന്നു. സുമതി വളവിൻ്റെ കേസിൽ പറയുന്ന സമയത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ പേരിൻ്റെ ഒരു സുമതി വളവ് എന്ന് പറയുന്ന ഒരു
ആളുകൾക്ക് ഒബ്വിയസ്ലി ഒരു ക്യൂരിയോസിറ്റി പറഞ്ഞൊരു സാധനം ആക്ച്വലി ഉണ്ടാവും. അപ്പോൾ ആളുകൾ പീപ്പിൾ ആർ റെഡി ടു കം ആൻഡ് വാച്ച് ദ മൂവി. അപ്പോൾ അങ്ങനെ ഒരു സാധനം ആക്ച്വലി ഉണ്ട്. ആ ഒരു ക്യൂരിയോസിറ്റി അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു പേരാണ് അതിന്. അപ്പോൾ അങ്ങനെ ആളുകൾ തള്ളിക്കറി വരുന്ന സമയത്ത് അവർ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, പറ്റുമായിരുന്നു. അപ്പോൾ അത് 100% ആക്കാൻ വേണ്ടി പറ്റുന്നത് എത്ര ശതമാനമാക്കി എന്നുള്ളത് എനിക്കറിയില്ല. അത് ബാക്കി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ.